പ്രിയ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തൊരു വേറെ സൊല്യൂഷൻസ്. അവിടെ മിസ് വന്നിട്ടുള്ളത് നമ്മളോട് 2019 ക്വാർട്ടർലി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ ഡിസ്കഷനും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിത് സെറ്റ് ആക്കി പഠിക്കാം. ഓക്കെ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളോട് എപ്പോഴും ചോദിക്കുക എക്സാമിന്. അതായത് 2-3 വർഷം കഴിഞ്ഞിട്ടുള്ള എക്സാമിനൊക്കെ ചോദിക്കുക അതേ സെയിം ക്വസ്റ്റ്യൻ, അതേ പാറ്റേൺ തന്നെയായിരിക്കും നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം അല്ലെ. എന്താണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ റെവല്യൂഷൻ റിലേറ്റഡ് ടു ദ ഫോളോയിങ് സ്ലോഗൻ അല്ലെ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെവല്യൂഷൻസ് ഏതാണ്, വിപ്ലവങ്ങൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏതൊക്കെ 2 റെവല്യൂഷൻസിന്റെ സ്ലോഗൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആ സ്ലോഗൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ. നോക്കൂ, ഒന്നാമത്തത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ആണ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. രണ്ടാമത് കൊടുത്ത സ്ലോഗൻ ഏതാണ്? ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആണ്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് രണ്ടും ഏത് റവല്യൂഷൻ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഏത് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നോക്കൂ, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? അമേരിക്കൻ റവല്യൂഷൻ അല്ലേ, അമേരിക്കൻ വിപ്ലവം അല്ലേ. ഓക്കെ, രണ്ടാമത്തത് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് നമ്മൾ ഏത് റെവല്യൂഷനിലാണ് കേട്ടിട്ടുള്ളത്, ഏത് വിപ്ലവത്തിലാണ് കേട്ടിട്ടുള്ളത്? ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലെ. അപ്പൊ എന്താണ് ആൻസർ വരിക? എയുടെ ആൻസർ ഏത് വരും? എയുടെ ആൻസർ അമേരിക്കൻ റെവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം വരും അല്ലെ. ബിയുടെ ഏത് വരും? യെസ്, ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. നോക്കാം നമുക്ക്. Okay, based on aggressive nationalism, pan-slave movement was formed in the 20th century. Name such other aggressive nationalist movement. അതായത് 20ാം നൂറ്റാണ്ടില് തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായിട്ട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ ഇത്തരത്തിൽ രൂപം കൊണ്ട മറ്റു പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ. അത് 2019 നമുക്കത് പഠിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു വർഷം എന്താണ്, അതൊരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ടാണ് അല്ലെ നമുക്ക് പഠിക്കാനുള്ളത്. അതൊരു അധിക വായനയായിട്ടൊക്കെയാണ് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളിത് പഠിക്കാം. ആ പേര് ജസ്റ്റ് എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോ, എങ്ങാനും വന്നാലോ. ഓക്കെ, അതിന് ആൻസർ ഏത് വരും? ഏത് വരും? പാൻ ജർമ്മൻ മൂവ്മെന്റ് അല്ലെങ്കിൽ പാൻ ജർമ്മൻ പ്രസ്ഥാനവും അല്ലെങ്കിൽ റിവെഞ്ച് മൂവ്മെന്റ്, പ്രതികാര പ്രസ്ഥാനവുമാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, അതായത് തീവ്രദേശീയതയുടെ ഭാഗമായിട്ട് 20ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള 3 പ്രസ്ഥാനങ്ങളാണ് ഇത്. 3 പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് പാൻ സ്ലേവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. After the disintegration of Soviet Union, America adopted several strategies to establish its dominance over the world. List out the strategies. അതായത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ആഗോള രംഗത്ത് തന്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജികൾ, തന്ത്രങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോ മക്കളെ, ഇത് നമ്മുടെ 2024 ഓണം എക്സാമിന് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, അതായത് ഇങ്ങനെ ചോദിക്കുള്ളൂ. ഒന്നുകിൽ എങ്ങനെ ചോദിക്കാം, ഇതേപോലെ പാറ്റേൺ വരും. ഇല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക അമേരിക്കയുടെ ആഗോള രംഗത്ത് അമേരിക്കയുടെ ആ ഒരു ഡൊമിനൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യം ചോദിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ആൻസർ ചെയ്തേണ്ടത്? നോക്കൂ, utilizing international agencies, America provided financial and military aids to countries of the world അല്ലെ. അതായത് അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസ് ആണ്, സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. ദെൻ മൂന്നാമത്തത് മീഡിയ വർ യൂസ്ഡ് ടു പ്രൊമോട്ട് അമേരിക്കാസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അല്ലെ. അതായത് മാധ്യമങ്ങളെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു. അപ്പൊ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും 3 മാർക്കിന് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യനും അതുപോലെ ആൻസർ എങ്ങനെയാ ചെയ്യേണ്ടതുള്ളത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കാം. വാട്ട് ഈസ് മെർക്കന്റിലിസം? റൈറ്റ് എനി 2 മെർക്കന്റിലിസ്റ്റ് ലോസ്. ഇതും മിസ് പറയാണ് നിങ്ങളോട് 2024 ഓണം എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, അതായത് എന്താണ് മെർക്കന്റിലിസം, ഏതെങ്കിലും 2 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ഏതാനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 ചോദിച്ചത്, ചിലപ്പോൾ എന്ത് ചെയ്യും 3 ഏതാനൊക്കെ പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? എന്താണ് മെർക്കന്റിലിസം എന്ന് പറഞ്ഞാല്? ഇത്രയേ ഉള്ളൂ. നോർത്ത് അമേരിക്കയിലെ 13 കോളനികളിലെ
ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള പോളിസിയാണ് എന്ത്? മെർക്കന്റിലിസം അല്ലെ. മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ നോർത്ത് അമേരിക്കൻ കോളനിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പോളിസിയാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. അതിന്റെ ഏതെങ്കിലും 2 നിയമങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടില്ലേ? നോക്കാം നമുക്ക് ആൻസർ. നോക്കൂ, എന്താ മെർക്കന്റിലിസം? This policy implemented by the British merchant with the help of their motherland in the American colonies is known as mercantilism. അല്ലേ? എന്താ പറയുന്നത്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ 13 കോളനികളിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ ഒരു നയത്തിനെ, വാണിജ്യ നയത്തിനെയാണ് എന്ത് പറയുന്നത്? മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെർക്കന്റിലിസം എന്താണ് എന്നുള്ള ആൻസർ എഴുതി. ഇനി നമ്മളോട് വേറെയും ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഏതെങ്കിലും 2 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എഴുതാൻ പറയുന്നുണ്ട് അല്ലെ. എത്ര നിയമങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്? 5 നിയമങ്ങൾ പഠിക്കാനില്ലേ? പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും 2 എഴുതാനാണ് അല്ലെ. അപ്പൊ 2 നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കോ, 2 മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The goods to and from the colonies must be carried only in British ship or ship built in the British colonies. അതായത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഒന്നുകിൽ ബ്രിട്ടീഷുകാരുടെ ഷിപ്പിലായിരിക്കാം, അല്ലെങ്കിലോ കോളനിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഷിപ്പിലായിരിക്കണം. അതാണ് 1ാമത്തെ ലോ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ലോ നോക്കിക്കോ. The British stamp must be affixed on all the legal documents, newspaper, pamphlets, license, etc. അല്ല, കോളനിയിലുള്ള എല്ലാ നിയമപരമായിട്ടുള്ള ലീഗൽ ഡോക്യുമെന്റ്സിലും ആരുടെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം? ഈ ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് 2ാമത്തെ ലോ ആയിട്ട് പറയുന്നത്. ഏതെങ്കിലും 2 നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇനി 3 ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തും? ബാക്കിയുള്ള പോയിന്റ്സും കൂടി എഴുതും. കാരണം 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളല്ലേ നമുക്ക് പഠിക്കാനുള്ളത്, അത് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ ഇതെന്തായാലും 2024 ഓണം എക്സാമിന് വന്നിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Explain the structure of Indian civil service. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഘടന വിശദമാക്കുക. ഇതും എന്താണ്? നമ്മുടെ 3ാമത്തെ ചാപ്റ്ററായ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇതും നമ്മളോട് എപ്പോ ചോദിക്കും? യെസ്, 2024 ഓണം എക്സാം അല്ലെ. ഓണം എക്സാമിന് ഉറപ്പായിട്ടും ഇതും ചോദിക്കും. ഓക്കെ, നമ്മളോട് ഇത് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സിവിൽ സർവീസിന് സ്ട്രക്ചർ ഏതൊക്കെ, എത്ര ഉണ്ട്? ഇന്ത്യൻ സിവിൽ സർവീസിനെ 3 ആയിട്ടല്ലേ തരംതിരിച്ചിട്ടുള്ളത്. അത് 3ഉം ഒരുമിച്ച് ചോദിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പം 2 ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ 2 തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ചോദിക്കുക. ആ ഒരു ഏരിയന്ന് എന്തായാലും ഈ ഓണം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഘടന, സ്ട്രക്ചർ ആണ് വിശദമാക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓക്കെ, നോക്കാം നമുക്ക്. ഇന്ത്യൻ സിവിൽ സർവീസിനെ 3 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? 1 ഓൾ ഇന്ത്യ സർവീസ് ആണ്, അഖിലേന്ത്യാ സർവീസ് ആണ്. 2 സെൻട്രൽ സർവീസ് ആണ്. 3 സ്റ്റേറ്റ് സർവീസ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. അതില് ഓൾ ഇന്ത്യ സർവീസിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്, തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെയാണ്? റിക്രൂട്ട് അറ്റ് നാഷണൽ ലെവലാണ്, ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ. ദെൻ ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും, അവർ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അപ്പോയിന്റ് ചെയ്യുക എങ്ങനെയായിരിക്കും? എവിടെയായിരിക്കും? അപ്പോയിന്റ്സ് ഇൻ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്. അവരെ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലും ജോലിയിൽ കയറ്റും, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലും നിയമിക്കപ്പെടുന്നുണ്ട് ആണ് പറയുന്നത്. ഓക്കെ, ദെൻ 3ാമത്തെ പോയിന്റ്, അതിന് എക്സാമ്പിൾ ആണ് ഓൾ ഇന്ത്യ സർവീസിന് എക്സാമ്പിൾ ആണ് പറയുന്നത് അല്ലെ. ഏതൊക്കെയാണ്? IAS-ഉം IPS-ഉം ആണ് പറയുന്നത്. ഓക്കെ, ഇനി സെൻട്രൽ സർവീസ് ആണ്, കേന്ദ്ര സർവീസ് ആണ്. കേന്ദ്ര സർവീസിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്? യെസ്, നാഷണൽ ലെവലിലാണ് അല്ലെ. ഓക്കെ, അപ്പൊ അവരെ അപ്പോയിന്റ് ചെയ്യുക എങ്ങനെയായിരിക്കും? അപ്പോയിന്റ് ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി. അവരെ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ മാത്രമേ അവരെ പ്രവേശിപ്പിക്കുള്ളൂ അല്ലെ. മറ്റേതെന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഓൾ ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റും ഉണ്ട്, സെൻട്രലും ഉണ്ട് അല്ലെ. അപ്പൊ സെൻട്രൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വെറും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ മാത്രമേ അവരെ ജോലിയിൽ കയറ്റുള്ളൂ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പോയിന്റ്, അതിന് എക്സാമ്പിൾ ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ 3ാമത്തെ ഓൾ ഇന്ത്യ സർവീസ് കഴിഞ്ഞു, സെൻട്രൽ സർവീസും കഴിഞ്ഞു. ഇനി 3ാമത്തേത് ഏതാണ്? സ്റ്റേറ്റ് സർവീസ് ആണ്, സംസ്ഥാന സർവീസ് ആണ് അല്ലെ.
അപ്പൊ സംസ്ഥാന സർവീസിൽ ഇങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? എങ്ങനെയായിരിക്കും? യെസ്, റിക്രൂട്ട്മെന്റ് അറ്റ് സ്റ്റേറ്റ് ലെവലാണ്, സംസ്ഥാനങ്ങൾക്കുള്ളിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുക അല്ലെ. PSC എക്സാം ഒക്കെ ഇത് രണ്ടും എങ്ങനെയായിരിക്കും? UPSC എക്സാം ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലെവലിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓരോ സംസ്ഥാനത്തിന്റെയും PSC എക്സാമിലൂടെയാണ് അല്ലെ, പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെയാണ് അല്ലെ. അപ്പൊ സ്റ്റേറ്റ് സർവീസിൽ സംസ്ഥാന തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അവരെ അപ്പോയിന്റ് ചെയ്യുക എങ്ങനെയായിരിക്കും? യെസ്, അപ്പോയിന്റ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി. അവരെ അപ്പോയിന്റ് ചെയ്യുക സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ മാത്രമായിരിക്കും അവരെ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കോ. സെയിൽസ് ടാക്സ് ഓഫീസർ ഉണ്ട്, അതുപോലെ അഗ്രികൾച്ചർ ഓഫീസും വരുന്നുണ്ട് കേട്ടോ. അഗ്രികൾച്ചർ ഓഫീസ്. ഓക്കെ, അഗ്രികൾച്ചർ ഓഫീസ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒന്നുകിൽ ഓൾ ഇന്ത്യ സർവീസും സെൻട്രൽ സർവീസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും, അല്ലെങ്കിൽ സെൻട്രൽ സർവീസും സ്റ്റേറ്റ് സർവീസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സാമിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ, എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. State the impacts caused by the economic depression of 1929 upon the world ആണ്. 1929 സാമ്പത്തിക മാന്ദ്യം എങ്ങനെയാണ് ലോകത്ത്, എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ലോകത്ത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ലോകത്ത് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ. ഇതും ചോദിക്കും. എപ്പോൾ ചോദിക്കും? ഓണം എക്സാമിന് അല്ലേ. മിസ് ഇങ്ങനെ എഴുതി കാണിക്കുന്നത് എന്താ അറിയോ? നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. 2024 ഓണം എക്സാമിന് ഇതും നിങ്ങളോട് ചോദിച്ചിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ ആൻസർ നോക്കാൻ പോവാണ്. എന്താണ് ഇതിന്റെ ആൻസർ? പീപ്പിൾ ഹു ബിക്കം പോപ്പർ ബിക്കോസ് ഓഫ് ദ വാർ couldn't afford the commodities. ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും തകർന്നു, അതോടൊപ്പം അമേരിക്കയും തകർന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിനുശേഷം ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അല്ലെ, ഡിപ്രഷൻ, എക്കണോമിക് ഡിപ്രഷൻ വന്നപ്പോൾ ഇത് ഈ രാജ്യങ്ങളെയൊക്കെ എങ്ങനെയെല്ലാമാണ് എഫക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യമാണ് കേട്ടോ. ഒന്നാമത്തത് എന്താ? യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. കാരണം പൈസയൊന്നുമില്ല, വെൽത്തൊക്കെ പോയി അല്ലെ, നഷ്ടപ്പെട്ടു പോയി. നെക്സ്റ്റ് പോയിന്റ്, ഗുഡ്സ് were kept unsold in factories. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങി. കാരണം സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. അവർ വാങ്ങാത്തതിന്റെ കാരണം എന്താണ്? അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ. നെക്സ്റ്റ്, യൂറോപ്യൻ നാഷൻ failed to repay their debt to the USA. അതായത് അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പറ്റിയില്ല. എടാ, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്ന സമയത്ത് ഇവർ അമേരിക്കയിൽ നിന്ന് ലോൺ എടുക്കുകയായിരുന്നു അല്ലെ. കാരണം അമേരിക്ക വേൾഡ് വാറിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷെ അമേരിക്ക ആ സമയത്ത് വലിയ സമ്പന്ന രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയാ മാറിയിട്ടുള്ളത് അറിയോ? അതായത് അമേരിക്ക ആ സമയത്ത് എന്താണ്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിൽക്കും. അങ്ങനെ ഒരുപാട് പൈസ അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നാം ലോക യുദ്ധത്തിൽ തകർന്നപ്പോൾ അമേരിക്കയിൽ നിന്നായിരുന്നു വായ്പ എടുത്തിട്ടുണ്ടായിരുന്നത്, പൈസയൊക്കെ. ഓക്കെ, അത് ആർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അമേരിക്കനെയും അത് നന്നായിട്ട് ബാധിച്ചിട്ടില്ലേ? ഓക്കെ, അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോ. ബാങ്ക്സ് കൊളാപ്സ്ഡ്. ബാങ്കുകൾ തകർന്നു. പൈസ ഇല്ലെങ്കിൽ ബാങ്കുകൾ തകരൂല്ലേ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇൻഫ്ലേഷൻ ബിക്കം അൺകൺട്രോളബിൾ അല്ലേ. പണപ്പെരുപ്പം വർദ്ധിച്ചു അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, 4 മാർക്കിന് ഇത് ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഏതാണത്? നോക്കൂ. ഹൗ ഡു ദ സിസ്റ്റം ഓഫ് ഓംബുഡ്സ്മാൻ ഈസ് യൂസ്ഫുൾ ടു ദ പബ്ലിക് അല്ലെ. ഈ ഓംബുഡ്സ്മാൻ സംവിധാനം പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? നിങ്ങളിത് കാണുന്നുണ്ടോ മക്കളെ? കാണുന്നുണ്ടാവും. കാരണം ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ അത്ര ക്ലിയറേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മിസ് വായിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. അതായത് ഓംബുഡ്സ്മാൻ സംവിധാനം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് എങ്ങനെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നോക്കാം.
അതായത് കംപ്ലൈന്റ്സ് ക്യാൻ ബി ഫൈൽഡ് അഗെയിൻസ്റ്റ് ദെയർ കറപ്ഷൻസ്, നെപ്പോട്ടിസം ഓർ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ ഓർ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്. അതായത് ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സും അല്ലെ തിരഞ്ഞെടുത്ത ഈ ജനപ്രതിനിധികളും അതുപോലെ എന്താണ് ഈ ബ്യൂറോക്രാറ്റ്സും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള കറപ്ഷൻസ്, അഴിമതിയോ നെപ്പോട്ടിസം സ്വജനപക്ഷപാതമോ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ അല്ലെ അതായത് ധന ദുർവിനിയോഗമോ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ് അവരുടെ ചുമതലയിൽ വീഴ്ച വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കേസെടുത്ത് അന്വേഷിക്കാനുള്ള അവകാശം ആർക്കായിരിക്കും? ഓംബുഡ്സ്മാൻ ആയിരിക്കും ട്ടോ. നോക്കൂ, ഓംബുഡ്സ്മാൻ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദിസ് പർപ്പസ്. അതായത് അതൊക്കെ അന്വേഷിക്കാനുള്ള ചുമതല ആർക്കാണ്? ഓംബുഡ്സ്മാൻ ആയിരിക്കും. ആരാണ് ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്? ആരാണ്? A retired judge of the higher court is appointed as ombudsman. Ombudsman എന്ന് പറയുന്നത് നിസ്സാരക്കാരായിട്ടുള്ള ആളൊന്നും അല്ല കേട്ടോ. ആരാണ്? യെസ്, ആരാണ്? സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിനെയാണ് എന്ത് പറയുന്നത്? ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. On receiving complaints, the ombudsman has the power to summon anyone and can order enquiry and recommended actions. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായിട്ട് ആരെ സമീപിക്കാൻ പറ്റും? ആ ഓംബുഡ്സ്മാനെ സമീപിക്കും. എന്തെങ്കിലും തരത്തിലുള്ള അവർക്ക് നേരെയുള്ള എന്തെങ്കിലും ധനദുർവിനിയോഗമോ അല്ലെങ്കിൽ എന്താണ് സ്വജനപക്ഷപാതമോ ഒക്കെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നേരിട്ട് ആരെ സമീപിക്കാൻ പറ്റും? ഓംബുഡ്സ്മാന്റെ അടുത്ത് പോയിട്ട് പരാതി കൊടുക്കാൻ പറ്റും അല്ലെ. അതായത് നോക്കൂ, പരാതി ലഭിച്ച് അതായത് ജനങ്ങൾ നേരിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തിയിട്ട് അന്വേഷണം നടത്താനും ശുപാർശ ചെയ്യാനും ആർക്ക് അധികാരമുണ്ട്? ഓംബുഡ്സ്മാന് അധികാരമുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ ഇതിന്റെ ആൻസർ? ഓക്കെ അല്ലേ? അപ്പൊ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജിയാണ്. ഈ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സും അതുപോലെ എന്താണ് ഈ ബ്യൂറോക്രാറ്റ്സ് ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേസെടുത്ത് അന്വേഷിക്കുകയും അതിന് അന്തിമ തീരുമാനം നിർവഹിക്കുകയും ചെയ്യുന്നത് ഓംബുഡ്സ്മാൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. മാച്ച് ദ ഐറ്റം ഇൻ കോളം എ വിത്ത് ദ അപ്രോപ്രിയേറ്റ് ഐറ്റം ഫ്രം കോളം ബി ആണ് അല്ലെ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. യാസർ അറാഫത്ത്, നിങ്ങൾ എവിടെയാ യാസർ അറാഫത്തിനെ പറ്റി കേട്ടിട്ടുള്ളത്? എവിടെയാണ് കേട്ടിട്ടുള്ളത്? യെസ്, നമ്മളെ ഫലസ്തീൻ വിമോചന സംഘടനയിലാണ് കേട്ടിട്ടുള്ളത് അല്ലെ. അതുപോലെ ഗോർബച്ചേവ് എവിടെയാണ്? മിഖായിൽ ഗോർബച്ചേവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുള്ളത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണം ഒന്ന് മിഖായിൽ ഗോർബച്ചേവിന്റെ ഭരണ പരിഷ്കരണങ്ങളാണ്, നമുക്കറിയാലോ. അപ്പൊ ഇതെവിടെ വരും? ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയൻ വരും അല്ലെ. ഇനി അഹമ്മദ് സുക്കാർണോയും ഉണ്ട്, അഡോൾഫ് ഹിറ്റ്ലറും ഉണ്ട് അല്ലെ. അപ്പൊ അഡോൾഫ് ഹിറ്റ്ലർ എവിടെ വരും? യെസ്, ഗസ്റ്റപ്പോന്റെ അടുത്താ വരിക. കാരണം അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഒരു സീക്രട്ട് പോലീസ് ആയിരുന്നു ഗസ്റ്റപ്പോ എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് അഹമ്മദ് സുക്കാർണോ അല്ലെ. ഏതാണ്? ചേരിചേരാ പ്രസ്ഥാനമാണ്, നോൺ അലൈഡ് മൂവ്മെന്റ് ആണ്. ഇത് ഓർത്ത് വെക്കണം. മാച്ച് ദ ഫോളോവിങ് ഏതെങ്കിലും ഒരു ഏരിയ എന്തായാലും വരും. ഓക്കെ അല്ലേ? അതിന് ആൻസർ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. യാസർ അറാഫത്ത് ഏതാണ്? പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ആണ്. ഗോർബച്ചേവ് ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. അഹമ്മദ് സുക്കാർണോ ഏതാണ്? നോൺ അലൈഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനമാണ്. അഡോൾഫ് ഹിറ്റ്ലർ ഏതാണ്? ഗസ്റ്റപ്പോ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. essay ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 2019 ചോദിച്ചിട്ടുള്ള essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ക്വാർട്ടർലി എക്സാമിന് ചോദിച്ചിട്ടുള്ള essay ക്വസ്റ്റ്യൻ ആണ്. എന്താണ് essay ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഫ്രഞ്ച് വിപ്ലവം വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് ഓരോ കാരണങ്ങളും ചുരുക്കി വിവരിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കാരണങ്ങൾ നോക്കിക്കോ. ഓട്ടോക്രാറ്റിക് റൂൾ ഉണ്ട്, സോഷ്യൽ ഇൻഈക്വാലിറ്റി ഉണ്ട്, അതുപോലെ ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ് ഉണ്ട് അല്ലെ, ഏകാധിപത്യം ഭരണമുണ്ട്, അതുപോലെ സാമൂഹിക അസമത്വങ്ങളുണ്ട്, ചിന്തകന്മാരുടെ സ്വാധീനമുണ്ട്. ഇത് ചെറുതാക്കി ഒന്ന് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏകാധിപത്യ ഭരണം അത് നമ്മൾ എങ്ങനെ പറയും? ഏകാധിപത്യ ഭരണം എന്ന് പറയുമ്പോൾ ഫ്രാൻസിലുള്ള രാജാക്കന്മാരൊക്കെ എങ്ങനെയായിരുന്നു? ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ആണ് അല്ലെ. അതായത് ജനങ്ങൾക്ക് അവിടെ യാതൊരു പ്രാധാന്യവും അവർ കൊടുത്തിട്ടില്ല, അവർ പറയുന്നത് ജനങ്ങൾ കേൾക്കണം. അങ്ങനെയുള്ള ഭരണമായിരുന്നു ഓട്ടോക്രാറ്റിക് റൂൾ അല്ലെ ഫ്രാൻസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഏതാണ്? സാമൂഹിക അസമത്വങ്ങളാണ്, സോഷ്യൽ ഇൻഈക്വാലിറ്റി ആണ്. അത് നമ്മൾ എന്ത് പറയും?
എന്ത് പറയും? യെസ്, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെ ഫ്രഞ്ച് സമൂഹത്തിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടില്ലേ? അവിടെ എന്തുണ്ട്? അവിടെയാണ് സോഷ്യോ എക്കണോമിക് ഇൻഈക്വാലിറ്റി വരുന്നത്, അസമത്വം വരുന്നത്, അങ്ങനെയല്ലേ? അതിൽ ഒന്നാം എസ്റ്റേറ്റിൽ വരുന്നത് ആരാണ്? ക്ലേർജി ആണ്, പുരോഹിതന്മാരാണ്. അപ്പോൾ രണ്ടാം എസ്റ്റേറ്റിൽ വരുന്നത് ആരാണ്? യെസ്, നോബിലിറ്റി ആണ്, പ്രഭുക്കന്മാരാണ്. മൂന്നാം എസ്റ്റേറ്റിലാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഇൻഈക്വാലിറ്റി, അസമത്വം മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും ആളുകൾക്ക് എന്താണ്? യാതൊരു വിധത്തിലുള്ള ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെ? സമൂഹത്തില് ഏറ്റവും ഉയർന്ന പദവി അലങ്കരിച്ചിരുന്നവരായിരുന്നു അവര്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് തേർഡ് എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പൊ തേർഡ് എസ്റ്റേറ്റിൽ വരുന്നത് ആരാണ്? കോമൺസ് ആണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ലേ? അവര് ടാക്സ് കൊടുക്കണം അല്ലെ? അവർ സമൂഹത്തില് താണ പൊസിഷനിൽ നിന്നവരാണ്. അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാമത്തെ കാരണമായിട്ട് വിശദീകരിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാരണം ഏതാണ്? യെസ്, ഏതാണ്? ചിന്തകന്മാരുടെ സ്വാധീനമാണ് അല്ലേ? ഓക്കെ, മൂന്നാമത്തെ കാരണം നോക്കിക്കോ. അതില് ഏതൊക്കെ ചിന്തകന്മാരാണ് ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിനെ സ്വാധീനിച്ചിട്ടുള്ളത്? ഏതൊക്കെയാണ് നോക്കാം അല്ലെ? വോൾട്ടയർ ഉണ്ട്, റൂസോ ഉണ്ട്, മോണ്ടസ്ക്യൂ ഉണ്ട്. ഓക്കെ, ഇവരെ പറ്റിയും ചെറുതായിട്ടൊന്ന് വിവരിക്കേണ്ടി വരും. ഓക്കെ, റൂസോനെയും മോണ്ടസ്ക്യൂനെയും അതുപോലെ വോൾട്ടയറിനെയും പറ്റിയിട്ടാണ് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ പറയുന്നത് അല്ലെ? ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് എഴുതണം? ഫ്രഞ്ച് വിപ്ലവം സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഫ്രഞ്ച് വിപ്ലവം സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് നമ്മളോട് ഈ കാരണങ്ങൾ മാത്രമേ ഇവിടെ വിശദമാക്കാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? അതായത് ഓട്ടോക്രാറ്റിക് റൂളും അതുപോലെ സോഷ്യോ എക്കണോമിക് ഇൻഈക്വാലിറ്റിയും അതുപോലെ ചിന്തകന്മാരുടെ സ്വാധീനം അല്ലെ? അതായത് ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്, ഇത് മാത്രമേ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എന്തും എഴുതാം, വേണമെങ്കിൽ ഈ ടെന്നീസ് കോട്ട് പ്രതിജ്ഞയൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. എസ്സേ ആണെങ്കിൽ ടെന്നീസ് കോട്ട് എഴുതണം അല്ലെ? ടെന്നീസ് കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാൻസിലെ മൂന്നാം എസ്റ്റേറ്റിലെ ആളുകളാണ് അവിടെ എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിക്കുന്നത്. ആരുടെ കീഴിലാണ്? ക്ലേർജിന്റെയും നോബിൾസിന്റെ കീഴിൽ എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിക്കുന്നത് മൂന്നാം എസ്റ്റേറ്റിലെ ആളുകളാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? അവരുടെ കയ്യിൽ നിന്ന് പുതിയ ടാക്സ് വാങ്ങാൻ അവർ നോക്കി, ലൂയി 16 നോക്കി. അങ്ങനെ അവരെല്ലാവരും കൂടി എങ്ങോട്ട് പോകുന്നുണ്ട്? ടെന്നീസ് കോർട്ട് പോകുന്നുണ്ട്. ഞങ്ങളാണ് ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്. ഞങ്ങൾ ഫ്രാൻസിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നവരെ ഞങ്ങൾ ഈ ഒരു ടെന്നീസ് കോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അല്ലെ? അതിനെയാണ് എന്ത് പറയുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതിനുശേഷം കുറച്ചുണ്ടായിട്ടുള്ള ഇവന്റ്സ് ഒക്കെ അല്ലേ, അതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ചൈന ബിക്കം എ പോപ്പുലർ റിപ്പബ്ലിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? എന്താ ചോദിച്ചിട്ടുള്ളത്? യെസ്, ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയത് എങ്ങനെയാണ്? ചൈന എങ്ങനെയാണ് ബിക്കെയിം എ പീപ്പിൾസ് റിപ്പബ്ലിക് അല്ലെ? ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയിട്ട് മാറിയത് എങ്ങനെയാണ്? അത് താഴെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ആ ഹിന്റിന്റെ ബേസിലാണ് നമ്മൾ ആ ഒരു എസ്സേ എഴുതേണ്ടത് അല്ലെ? എന്തൊക്കെയാണ് ആ ഹിന്റ് എന്ന് പറയുന്നത്? ഒന്ന്, ദ റവല്യൂഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സന്യാസൻ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അതായത് സന്യാസനിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വിപ്ലവം. ദെൻ കൊടുത്തിട്ടുള്ളത് ഏതാണ്? ചിയാങ് കൈഷക്കിന്റെ ഭരണമാണ്. ദ റൂൾ ഓഫ് ചിയാങ് കൈഷക് ആണ്. ദെൻ തേർഡ് കൊടുത്തിട്ടുള്ളത് എന്താണ്? ദ റവല്യൂഷൻ ലെഡ് ബൈ മാവോ സേ തുങ് ആണ്. മാവോ സേ തുങ്ങിന്റെ വിപ്ലവമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മൂന്ന് സൂചനകൾ അല്ലെങ്കിൽ മൂന്ന് ഹിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ചൈനീസ് വിപ്ലവം നമ്മളോട് വിശദമാക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എന്ത് എഴുതണം? ആദ്യം മേജർ ആയിട്ടുള്ള ആ രണ്ട് സംഭവങ്ങൾ എഴുതണം അല്ലെ? ഒപ്പിയം ട്രേഡ് എഴുതണം. ഒപ്പിയം ട്രേഡും അതുപോലെ ഓപ്പൺ ഡോർ പോളിസി എഴുതണം. ഓപ്പിയം ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറോപ്യന്മാർക്ക് ചൈനയുടെ മാർക്കറ്റിൽ പ്രവേശനമില്ലായിരുന്നു. ആ ചൈനയുടെ മാർക്കറ്റിലേക്ക് യൂറോപ്യന്മാർക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ചൈനയിലേക്ക് ഒരു ടോക്സിക് ഡ്രഗ് ആയിട്ടുള്ള ഒപ്പിയം ഇറക്കുമതി ചെയ്തു. അതിനുശേഷം ചൈനയുടെ മാർക്കറ്റിൽ എല്ലാവരും കയറി ഇടപെടാൻ തുടങ്ങി. അതാണ് ഒപ്പിയം ട്രേഡ്. ഓപ്പൺ ഡോർ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കയ്ക്ക് എന്താണ് ചൈനയുടെ മാർക്കറ്റിൽ ഇടപെടാനുള്ള അവസരം ഇല്ലായിരുന്നു. അപ്പൊ അമേരിക്കയ്ക്കും കൂടി ചൈനയിൽ വന്ന് മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചൈനയിൽ വന്ന് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയിലുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേയ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു ഇത് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്. അതിനെ പറ്റിയും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ചൈന അവസാനമായിട്ട് ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. അത് ഏത് രാജവംശമായിരുന്നു? മഞ്ചു രാജവംശമായിരുന്നു. മാഞ്ചു ഡൈനാസ്റ്റി ആയിരുന്നു. ഈ മഞ്ചു ഡൈനാസ്റ്റി വിദേശ രാജ്യങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെ? അതായത് ചൈനയുടെ മാർക്കറ്റിൽ ഇടപെടാനൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ചു ഡൈനാസ്റ്റിനെ അടിച്ചമർത്താൻ വേണ്ടി ചൈനയിൽ ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ആ സീക്രട്ട് ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നത് ബോക്സേഴ്സ് എന്ന് പറയുന്നത്. ആ ബോക്സേഴ്സ് അല്ലെങ്കിൽ സീക്രട്ട് ഓർഗനൈസേഷൻ ചൈനയിലുള്ള മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു റെബലിയൻ ആണ് ബോക്സേഴ്സ് റെബലിയൻ എന്ന് പറയുന്നത്. 1900 നടന്നിട്ടുള്ളത് അല്ലെ?
ആ ഒരു ബോക്സർ കലാപം നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടർ സന്യാസിനെ പറ്റി എഴുതേണ്ടത് അല്ലെ. അതായത് 1911 ആര് വരുന്നത്, ഡോക്ടർ സന്യാസിന് ചൈനയിൽ വരുന്നത്. സന്യാസൻ ചൈനയിൽ വന്നതിന് ശേഷമാണ് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയത് അല്ലെ. അതായത് സന്യാസൻ ആണ് നമ്മുടെ ചൈനയിലുള്ള മഞ്ചു ഡൈനാസ്റ്റിയെ അടിച്ചമർത്തിയത്. അവിടുന്ന് ഒഴിവാക്കി, ലാസ്റ്റിൽ ആ ഒരു ഡൈനാസ്റ്റിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയത് ആര് വന്നതിന് ശേഷമാണ്, ഡോക്ടർ സന്യാസൻ ചൈനയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഡോക്ടർ സന്യാസിന് ചൈനയിൽ ഒരു പാർട്ടി ഒക്കെ ഫോം ചെയ്തു. ആ പാർട്ടി ആയിരുന്നു ഏത്, കുമിങ്താങ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സന്യാസനിന്റെ ലീഡർഷിപ്പിലാണ് കുമിങ്താങ് പാർട്ടി അധികാരത്തിൽ വന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ സന്യാസൻ ചൈനയിൽ വന്നപ്പോൾ ചൈനയിൽ എന്തൊക്കെ പരിഷ്കരണങ്ങൾ നടത്തി, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അതും എഴുതണം കേട്ടോ ഇവിടെ എസ്സേ ചോദിക്കുമ്പോൾ. എന്തൊക്കെയാണ്, he decided to nullify the unjust treaty signed with the foreign countries and wanted to maintain equality with the western countries ആണ് അല്ലെ. ചൈനയുമായിട്ട് വിദേശ രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള എല്ലാ അൺജസ്റ്റിസ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റി എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു അദ്ദേഹം. അതുപോലെ എന്ത് ചെയ്തു, the Kuomintang Republic adopted measures for the progress of agriculture and industry. ചൈനയിലുള്ള കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുമിങ്താങ് റിപ്പബ്ലിക് ചെയ്തു. അതുപോലെ കുമിങ്താങ് പാർട്ടി, ആ സമയത്ത് വേറൊരു പാർട്ടി ചൈനയിൽ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടായിരുന്നു കുമിങ്താങ് പാർട്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നമ്മളോട് എസ്സേ ചോദിച്ചാൽ എഴുതണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോക്ടർ സന്യാസിന് മരിച്ചു പോവാണ് അല്ലെ. അങ്ങനെ കുമിങ്താങ് പാർട്ടിയുടെ ലീഡറായിട്ട് അവിടെ ആര് അധികാരത്തിൽ വരുന്നു, ചിയാങ് കൈഷക് അധികാരത്തിൽ വരുന്നു. ചിയാങ് കൈഷക് എങ്ങനെയുള്ള ആളായിരുന്നു, ഒരു ഓട്ടോക്രാറ്റിക് റൂളർ ആയിരുന്നു. ചൈന എങ്ങനെയാണോ മഞ്ചു ഡൈനാസ്റ്റി റൂൾ ചെയ്തത് അതുപോലെ തന്നെയായിരുന്നു ചിയാങ് കൈഷക് റൂൾ ചെയ്തിരുന്നത്. ചൈനയിൽ എന്താണ്, ചൈനയെ ഓട്ടോക്രാറ്റിക് ആയിട്ടൊക്കെ ഭരിക്കാൻ തുടങ്ങി. ചൈനയിലുള്ള വേറൊരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു സഹകരണവും ഇല്ലാണ്ടായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതേ സമയത്ത് ചൈനയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ആയിട്ടുള്ള മാവോ സേ തുങ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ മാവോ സേ തുങ്ങിനെ തീരെ പിടിക്കുന്നില്ല. ആരുടെ ഭരണം, ചിയാങ് കൈഷക്കിന്റെ ഭരണം തീരെ പിടിക്കുന്നില്ല. അപ്പൊ മാവോ സേ തുങ് എന്ത് ചെയ്യാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലീഡറായിട്ട് മാറുകയും അദ്ദേഹം ഈ ഒരു കുമിങ്താങ് പാർട്ടിക്കെതിരെ എന്ത് ചെയ്തു, ഒരു ലോങ് മാർച്ച് കണ്ടക്ട് ചെയ്തു അല്ലെ. ആ ലോങ് മാർച്ച് എത്ര കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുള്ളതായിരുന്നു, 12,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ള ആ ഒരു യാത്രയായിരുന്നു അല്ലെ. യാത്ര എന്ന് പറയുന്നത് എങ്ങനെയാണ്, യാത്രയിലുടനീളം അവരെന്ത് ചെയ്തു, ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ നിന്ന് ലാൻഡ് പിടിച്ചെടുത്തിട്ട് അത് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു, ഫാമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു അല്ലെ. ദെൻ ചിയാങ് കൈഷക് എന്ത് ചെയ്തു, ആ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അദ്ദേഹത്തിന് ഒരു ആർമി ഉണ്ടായിരുന്നു. ആ ആർമിന്റെ പേരെന്തായിരുന്നു, റെഡ് ആർമി, ചുവപ്പ് സേനയാണ്. ആ ചുവപ്പ് സേനയെ വിട്ടിട്ട് എന്ത് ചെയ്തു, കുമിങ്താങ് റിപ്പബ്ലിക്കിന്റെ കേന്ദ്രം പിടിച്ചെടുത്തു. ചിയാങ് കൈഷക്കിനെ നാട് കടത്തി. അതിനുശേഷം എന്താ എന്ന് പറയുന്നത്, അതിനുശേഷമാണ് നമ്മുടെ ചൈന ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറിയത് അല്ലെ. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ റിപ്പബ്ലിക് ആയിട്ട് മാറി. അപ്പൊ നമ്മളോട് ഈ ചൈനീസ് വിപ്ലവം അല്ലെങ്കിൽ ചൈനീസ് റെവല്യൂഷനും എന്താണ്, എസ്സേ ആയിട്ട് 2024 ഓണം എക്സാമിന് ചോദിക്കും, ഉറപ്പാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2019 ക്വാർട്ടർലി എക്സാമിന് സോഷ്യൽ സയൻസ് 1 അല്ലെങ്കിൽ ഹിസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മിസ് മനസ്സിലാക്കുന്നു. അതുപോലെ ഇനിയും 2022 23 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് അടുത്തൊരു സെക്ഷനിൽ വരും. അപ്പൊ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ.